നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി പിൻവലിച്ച് തൃശൂർ കോർപ്പറേഷൻ. നടപടി TCV വാർത്തയെ തുടർന്നു. കുന്നംകുളത്ത് ഷോപ്പിംഗ് മാളിൽ അഗ്നിബാധ. എബിമാൾ കെട്ടിടത്തിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്റിമേറ്റ് മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. വെള്ളിക്കുളങ്ങര ചൊക്കണയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം വീണ്ടും കാട്ടാനയെത്തി. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ നടപടി ഉണ്ടാകണമെന്ന് തൊഴിലാളികൾ. തൃശൂർ പുല്ലഴി കോൾ മേഖലയിലെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. പ്രാദേശിക ടൂറിസത്തിന് കുതിപ്പേകുമെന്ന് പ്രതീക്ഷ. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. പുലിഭീതി വിട്ടൊഴിയാതെ ചാലക്കുടി കാടുകുറ്റി മേഖല. തുടർച്ചയായി പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ മേഖലയിലെ പ്രദേശവാസികൾ ഭീതിയിൽ. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഡെലിവറി ബോയ് മരിച്ചു. എറിയാട് തെക്കിനകത്ത് പരേതനായ അബ്ദുൾ സലാമിന്റെ മകൻ ഷാഹിർ സമാനാണ് മരിച്ചത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക ജീവനക്കാരനായിരുന്ന ബാലുവിന്റെ രാജി സർക്കാരിനെയും റിക്രൂട്ട്മെന്റ് ബോർഡിനെയും അറിയിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം ലഭിച്ച ബാലു കഴക പ്രവൃത്തിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. തൃശൂർ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ വേനലവധിക്കാല ശാസ്ത്ര പരിശീലന ക്യാമ്പിന് തുടക്കമായി. രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാത്രി 10-ന് അഞ്ചാനപ്പുറത്ത് നടക്കുന്ന എഴുന്നള്ളിപ്പിനെ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പാറമേക്കാവ് ദേവസ്വം നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ഭഗവതിയുടെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന തറക്കല്ലിടൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. തൃശൂർ ജവഹർ ബാലഭവനിലെ അവധിക്കാല ക്യാമ്പായ കളിവീടിന് തുടക്കമായി. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2ാം നമ്പർ കുടുംബശ്രീയും 33ാം വാർഡ് കുടുംബശ്രീയും സംയുക്തമായി മനുഷ്യച്ചങ്ങല തീർത്തു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയെന്നാരോപിച്ച് BJP വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നൈറ്റ് മാർച്ച് BJP മുൻ മേഖലാ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ കഴിഞ്ഞിട്ടും എക്സിബിഷൻ ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെന്ന ആക്ഷേപവുമായി നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത്. മാലിന്യങ്ങൾ തൊട്ടടുത്ത വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും കലരുന്നതായും പരാതി. കാവീട് ശ്രീ ആളാംകുളം ഭഗവതി ക്ഷേത്രം മീനഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഉത്സവത്തിന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ PP അപ്പുക്കുട്ടൻ, KK അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡയമണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ആംബുലൻസ് അന്നമട പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച തൊഴിലാളി ജാഗ്രതാ സദസ്സ് ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PK വിനോദ് അധ്യക്ഷനായിരുന്നു. നടത്തറ ഒരുമ ജനശ്രീ സംഘത്തിന്റെ 1ാം വാർഷികവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും നടത്തി. ജനശ്രീ പ്രസിഡന്റ് വിൻസെന്റ് പോൾ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കലാസദന്റെ നേതൃത്വത്തിൽ വെള്ളിച്ചിലങ്ക നൃത്തശില്പശാല നടത്തറയിൽ ആരംഭിച്ചു. ഫാദർ ജിയോ തെക്കിനിയേത് ഉദ്ഘാടനം ചെയ്തു. ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 15ാമത് അഖില കേരള സംഗീത മത്സരങ്ങൾ സാഹിത്യ അക്കാദമിയിൽ ഗായകൻ കലാഭവൻ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രൊഫസർ CA ഈനാശു അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽനൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. മഗ്രിബ് നമസ്കാരാനന്തരം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ചെപ്പാറയിലെ സംരക്ഷിത വനഭൂമിയിലെ അനധികൃതമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിനു മുൻപിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. അനധികൃത നിർമ്മാണം സംബന്ധിച്ച് തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ അർഹമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC പോളച്ചൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവം 4 മുതൽ 8 വരെ വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 4-ന് വൈകിട്ട് സിനിമാ നടൻ TG രവി നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ 6 പതിറ്റാണ്ട് നീണ്ട എഴുത്തുജീവിതവും പോരാട്ടവും സാമൂഹിക രാഷ്ട്രീയ പ്രതിരോധവും ചർച്ച ചെയ്യുന്നതിനും ആഘോഷിക്കുന്നതിനുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സാറ ജോസഫിന്റെ ലോകങ്ങൾ, ജീവിതം, എഴുത്ത്, പ്രതിരോധം എന്ന പേരിൽ ശനി ഞായർ ദിവസങ്ങളിൽ സാഹിത്യ അക്കാദമിയിലാണ് പരിപാടി അരങ്ങേറുന്നത്. പാവറട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഏപ്രിൽ 5-ന് നടക്കും. മുരളി പെരുന്നെല്ലി MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരുമനയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക നിരക്ക് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി ചേർപ്പ് സബ് ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ലാബ് വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. കാർ ഓടിച്ചിരുന്നയാൾക്ക് നിസ്സാര പരിക്കേറ്റു. ഗുരുവായൂർ നിയോജക മണ്ഡലം KSSPA കമ്മിറ്റി ചാവക്കാട് ട്രഷറിക്ക് മുൻപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി. KSSPA ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 10 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. കരിമത്ര സ്വദേശിയായ ഏറാട്ടുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സക്കീറിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാവ് BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. AITC സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.